ഹായ് ഫ്രണ്ട്സ്, Teamwoodz ട്രാവൽ സ്റ്റോറീസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങളെടുത്ത 3 സൈക്കിളുണ്ട്. ഞങ്ങൾ വാങ്ങിച്ചൊരു 3 സൈക്കിൾ, അതിനെ റീഡിസൈൻ ചെയ്യുന്ന കാഴ്ചകളും അതോടൊപ്പം സൈക്ലിങ്ങിലേക്ക് ഇറങ്ങി വരുന്ന ഏതൊരാൾക്കും വേണ്ടി ഉപകാരപ്പെടുന്ന തരത്തിൽ ഒരു ബേസിക്കായിട്ട് വേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ അതും കൂടി ഒരു വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും. അതിനു മുമ്പ് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ള വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് നേരെ കാഴ്ചകളിലേക്ക് പോവാം. ഇന്നത്തെ ഈ വീഡിയോ ഞങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് 3 പേർക്കായിട്ടാണ്. ഞങ്ങളുടെ ഈ സൈക്കിൾ റീഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പെയിൻറ്റിങ്ങിനായി ഞങ്ങളെ സഹായിച്ച സാദിക്കിനും സ്റ്റിക്കർ ഡിസൈനിങ്ങിന് വേണ്ടി ഹെൽപ്പ് ചെയ്ത ഷുഹൈബിനും പിന്നെ അൻസിഫിനും വേണ്ടിയിട്ട്. ഒരു ബിഗിനർ എന്ന നിലയിൽ മാർക്കറ്റിലേക്ക് ചെന്നപ്പോൾ പ്രധാനമായും 3 തരത്തിലുള്ള ബൈക്കുകളാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ബൈക്ക് എന്ന് കേൾക്കുമ്പോൾ ആരും സംശയിക്കണ്ട കേട്ടോ, സൈക്കിളിനെ ശരിക്കും പറയുന്നത് അങ്ങനെയാണ് പോലും. ഇതൊക്കെ നമ്മൾ അറിയുന്നത് ഇപ്പോഴാണെന്ന് മാത്രം. റോഡ് ബൈക്സ്, ഹൈബ്രിഡ് ബൈക്സ്, മൗണ്ടൻ ബൈക്സ് എന്നിവയാണ് ആ 3 കാറ്റഗറീസ്. നമ്മുടെ ഉപയോഗത്തിനും അതുപോലെ ബഡ്ജറ്റിനും അനുസരിച്ചിട്ട് നമുക്ക് ഇതിൽ നിന്ന് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഈ കാറ്റഗറീസിൽ ഏറ്റവും വില കൂടിയ ഐറ്റമാണ് റോഡ് ബൈക്സ് എന്ന് പറയുന്നത്. പൊതുവെ വലിയ വലിയ സൈക്ലിംഗ് കോമ്പറ്റീഷൻസിനൊക്കെ യൂസ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള സൈക്കിളുകളാണ്. വളരെ തിന്നായിട്ടുള്ള ടയറായതുകൊണ്ട് തന്നെ ഇത്തരം സൈക്കിളുകളുടെ വേഗത മൗണ്ടൻ ബൈക്സിനേക്കാളും ഹൈബ്രിഡ് ബൈക്സിനേക്കാളും വളരെ കൂടുതലായിരിക്കും. എന്നാൽ വളരെ നേർത്ത ടയറുകളായതുകൊണ്ട് കുണ്ടും കുഴികളും നിറഞ്ഞ റോഡുകളിലൊക്കെ ഇത് ഉപയോഗിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നാണ് ഞങ്ങൾക്ക് കേൾക്കാൻ സാധിച്ചിട്ടുള്ളത്. പിന്നെയുള്ളതാണ് MTB അഥവാ മൗണ്ടൻ ബൈക്സ്. പൊതുവെ ഈ 3 കാറ്റഗറീസിൽ നിന്നും വില കുറഞ്ഞ ബൈക്സാണ് മൗണ്ടൻ ബൈക്സ് എന്ന് പറയുന്നത്. വളരെ തടിച്ച ടയറുകളുള്ളത് കൊണ്ട് തന്നെ കുണ്ടും കുഴികൾ നിറഞ്ഞ റോഡുകളിലൊക്കെ, അതായത് നമ്മുടെ ഈ കേരളത്തിലെ റോഡുകളിലൊക്കെ ഏറ്റവും ബെസ്റ്റ് ഈ തരത്തിലുള്ള സൈക്കിളുകളാണെന്നാണ് തോന്നുന്നത്. എന്നാൽ തടിച്ച ടയറുകളായതുകൊണ്ടും മറ്റ് 2 കാറ്റഗറീസിനേക്കാൾ ഒരല്പം വെയിറ്റ് കൂടുതലായതുകൊണ്ടും നമ്മൾ കൊടുക്കേണ്ട എഫേർട്ട് കുറച്ച് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ വേഗതയും മറ്റ് 2 വെറൈറ്റീസിനേക്കാളും കുറവുമാണ്. റോഡ് ബൈക്സ് ഒരു 10-35,000 രൂപ മുതലാണ് സ്റ്റാർട്ടിംഗ് റേഞ്ച് എങ്കിൽ, നമ്മുടെ ഈ മൗണ്ടൻ ബൈക്സ് എന്ന് പറയുന്നത് നമുക്കൊരു 15,000 രൂപ മുതൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പിന്നെയുള്ളതാണ് ഹൈബ്രിഡ് ബൈക്സ് എന്ന് പറയുന്നത്. ഈ പറഞ്ഞ മൗണ്ടൻ ബൈക്സിൻ്റെയും റോഡ് ബൈക്സിൻ്റെയും ഇടയിലായിട്ട് വരുന്നൊരു കാറ്റഗറിയാണ് ഹൈബ്രിഡ് ബൈക്സ്. ഞങ്ങളുടെ അഭിപ്രായത്തിൽ ഒരു അത്യാവശ്യം ലോങ് റൈഡിനും ഡെയിലി റണ്ണിങ്ങിനൊക്കെ പറ്റിയ ഒരു കാറ്റഗറിയാണ് ഹൈബ്രിഡ് ബൈക്സ് എന്ന് പറയുന്നത്. അത്യാവശ്യം കുണ്ടും കുഴികളൊക്കെയുള്ള റോഡിൽ റൈഡ് ചെയ്യുന്നതിന് വലിയ ബുദ്ധിമുട്ടുകളൊന്നും നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. മാർക്കറ്റിൽ ഏകദേശം ഒരു 18,000 രൂപ മുതൽ ഇത്തരത്തിലുള്ള സൈക്കിളുകൾ ലഭ്യമാണ്. ഞങ്ങളുടെ കയ്യിൽ 2 ഹൈബ്രിഡ് ബൈക്കുകളും ഒരു മൗണ്ടൻ ബൈക്കുമാണുള്ളത്. ഇനി ഈ കാറ്റഗറിയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാറ്റഗറി നിങ്ങൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സൈക്കിൾ വാങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടിയുണ്ട്. സൈക്കിളിൻ്റെ ഗിയർ സിസ്റ്റം, ബ്രേക്ക് സിസ്റ്റം, പിന്നെ ബോഡി വെയ്റ്റ് എന്നിവയൊക്കെ. അതുപോലെ തന്നെ നിങ്ങളുടെ ഹൈറ്റിനനുസരിച്ചിട്ടുള്ള സൈക്കിൾ ചൂസ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. അല്ലെങ്കിൽ ചിലപ്പോൾ നടുവിനും മുട്ടിനുമൊക്കെ ചിലപ്പോൾ പണി കിട്ടിയെന്ന് വരും. ഈ വക കാര്യങ്ങളെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയാത്തത് കൊണ്ടും ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കേണ്ട സമയമായതുകൊണ്ടും നമ്മളിതിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും നീങ്ങുന്നില്ല. അപ്പോൾ നമ്മുടെ യാത്രകളൊക്കെ ഇവിടെ ആരംഭിക്കുകയാണ് ഈ 3 സൈക്കിളുകൾ കൊണ്ടും. അതുപോലെ തന്നെ സൈക്കിളുകളിൽ നിന്ന് മാത്രമല്ല പല രീതിയിലുള്ള യാത്രകൾ ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കൂടെ എന്നും നിങ്ങൾ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടെ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എത്രത്തോളം ശരിയാണ് എന്നൊന്നും അറിയില്ല. ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്തു എന്ന് മാത്രം. അതിൽ വല്ല തെറ്റുകളുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ ഇതിൽ കൂടുതലായിട്ടുള്ള ഇൻഫർമേഷൻസ് വല്ലതുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.